ഹലോ കൂട്ടുകാരെ, കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യനുമായിട്ടാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇതെന്താ സംഭവമെന്ന്. നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നോക്കാം. നാണയങ്ങളുടെ ചുറ്റും വരയിടുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നാണയത്തിന് ചുറ്റും വരയുള്ളത്? ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നോക്കാം നമുക്ക്. മിക്കവാറും എല്ലാ നാണയത്തിൻ്റെ ചുറ്റും വര കാണാം. ആദ്യകാലത്തെ നാണയങ്ങൾ ഈ വര ഉണ്ടായിരുന്നില്ല. അന്ന് നാണയങ്ങൾ മിക്കവയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ആയിരുന്നു. നാണയത്തിൻ്റെ മൂല്യം അതിലടങ്ങിയിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ പോലെ തന്നെ ഈ ലോഹങ്ങൾക്ക് അന്നും മൂല്യം കൂടുതലായിരുന്നു. ആളുകൾ നാണയം മുറിച്ച് അല്പാൽപ്പം സ്വർണവും വെള്ളിയും കൈക്കലാക്കി. അവസാനം ഈ സൂത്രം പിടിക്കപ്പെട്ടു. ഇത് തടയാനാണ് നാണയത്തിന് ചുറ്റും അരികിലായി ഒരു വര കൊടുത്തിരിക്കുന്നത്. ഈ വരയുള്ളതുകൊണ്ട് ഉറച്ച നാണയങ്ങൾ ഒറ്റനോട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കും. നാണയങ്ങൾ വരയിടുന്ന രീതി ഇന്നും തുടരുന്നു എന്ന് മാത്രം. മിക്കവാറും രാജ്യങ്ങൾ നാണയത്തിന് ചുറ്റും ഈ വര വരയ്ക്കുന്നു.